എഴുത്തുകാരനും സംവിധായകനും ജോണർ മിക്സിങ്ങിനും മേക്കിങ്ങിലെ ഗിമ്മിക്സുകൾക്കും വേണ്ടതിലധികം ശ്രദ്ധ കൊടുത്തപ്പോൾ പ്രേക്ഷകന്റെ കേവല യുക്തിയെ ചോദ്യം ചെയ്യാതിരിക്കുക എന്ന അടിസ്ഥാന പാഠം മറന്നുപോയപ്പോൾ സംഭവിച്ച പാതിവെന്ത ചിത്രമാണ് ഐ നോബഡി. ഭാര്യയും 2 കുട്ടികളുമായി ഒരു സാധാരണ ജീവിതം നയിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ രാജീവൻ. അപ്രതീക്ഷിതമായി അയാൾ ഒരു ബാങ്ക് കൊള്ളക്ക് സാക്ഷിയാവുന്നു. അതിന്റെ നടുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരനായി മുദ്ര കുത്തപ്പെടുന്ന അയാൾ സിസ്റ്റത്തിന്റെയും സമൂഹത്തിന്റെയും വേട്ടയാടലിന് ഇരയാക്കപ്പെടുന്നു. രാജീവന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് ഐ നോബഡിയുടെ കാതൽ. തിരുവനന്തപുരം പോലൊരു നഗരത്തിലെ ഒരു മോഡേൺ ബാങ്ക്. പട്ടാപ്പകൽ 3 യുവാക്കൾ കയ്യും വീശിച്ചെന്ന് കൊള്ളയടിക്കുന്നിടത്ത് തുടങ്ങുന്നു യുക്തിരഹിത രംഗങ്ങളുടെ ഘോഷയാത്ര. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ തന്റെ പേരടങ്ങുന്ന നെയിം ടാഗ് ധരിച്ച് ബാങ്ക് കൊള്ളക്ക് പോകുന്ന കള്ളൻ. സ്വന്തം ഭാര്യയുടെ കാമുകരുമായുള്ള കോംപ്രമൈസ് ടോക്കിന് അയാൾ ജോലി ചെയ്യുന്ന ബാങ്കിൽ തിരക്കുള്ള സമയത്ത് തോക്കുമായി പോകുന്ന നായകൻ. മോഷണം മുതൽ 1ഉം 2ഉമല്ല 17 കോടി ബാങ്കിന്റെ തൊട്ടടുത്ത് റോഡ് സൈഡിൽ സുരക്ഷിതമായി ഒളിപ്പിക്കുന്ന കൊള്ളസംഘം. അങ്ങനെ പ്രിയദർശന്റെ സ്ലാപ്സ്റ്റിക് കോമഡി കാക്കക്കുയിലിലെ ബാങ്ക് കൊള്ളക്ക് നോബഡിയിലേക്കാൾ യുക്തിഭദ്രതയുണ്ടായിരുന്നു എന്ന് തോന്നിക്കാൻ നിസാം ബഷീറിന്റെ ഹീസ്റ്റ് ഫാമിലി ഡ്രാമ, ആക്ഷൻ, സോഷ്യോ പൊളിറ്റിക്കൽ, സറ്റാറിക്കൽ ത്രില്ലറിനായി. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടലാകെ ജോണറുകളുള്ളൊരു ഭീകര സത്വമായി നോബഡി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലോമിനെ പോലെ തലയിൽ കൈവച്ച് അലറാനേ നിർവാഹമുള്ളൂ. പൃഥ്വിരാജ്, പാർവതി, അശോകൻ, ഹക്കീം ഷാജഹാൻ, ശങ്കർ രാമകൃഷ്ണൻ, മധുപാൽ, വിജയരാഘവൻ തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. കൂട്ടത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഷെയ്ഡിലെ കഥാപാത്രമായി പൃഥ്വിരാജിന്റെ രാജീവൻ വേറിട്ട് നിൽക്കുന്നു. പാർവതി പതിവ് പോലെ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് എഴുതിവെച്ച സംഭാഷണങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിച്ചു. ഇതിനോടകം 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ ഹക്കീം ഷാജഹാന്റെ കഥാപാത്രത്തിന്റെ കോൺഫിഡൻസ് ഇല്ലാത്ത പതിഞ്ഞ സംഭാഷണ ശൈലി കാരണം ഒരു 5 മിനിറ്റ് കൂടെ കൂടുതലായി അനുഭവപ്പെട്ടു. ക്ലോസപ്പ് ഷോട്ടുകളും സ്ലോ മോഷനും ഫാസ്റ്റ് കട്ട്സും VFXും എല്ലാം വെച്ച് ഒരു 5 സിനിമയ്ക്കുള്ള ഗിമ്മിക്സ് ഒരൊറ്റ സിനിമയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതും സിനിമയുടെ ദൈർഘ്യം കൂടാൻ സഹായിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ ഒരു സാധാരണക്കാരൻ, ഒരു നോബഡി, തനിക്ക് നേരെ വരുന്ന നാട്ടുകാരെയും ഗുണ്ടകളെയും പോലീസുകാരെയും എല്ലാം നിഷ്പ്രയാസം കായികമായി നേരിടുന്നത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. ഈയിടെ ശ്രദ്ധ നേടിയ ബ്ലാസ്റ്റിലെ കരാട്ടെ മാസ്റ്ററുടെ ഫാമിലി ശത്രുക്കളെ നേരിടുമ്പോൾ ഉണ്ടാവുന്ന വിശ്വാസ്യത രാജീവൻ അടിക്കുമ്പോൾ അനുഭവപ്പെടാതെ പോകുന്നതും നോബഡി കണക്ട് ആവാതെ ഇരിക്കാനുള്ള മറ്റൊരു കാരണമാണ്. കാലിക പ്രസക്തി ഉണ്ടെന്ന് തോന്നിക്കാൻ മറുനാടനെയും മാങ്കൂട്ടത്തിനെയും എല്ലാം പരാമർശിച്ചു പോകുന്നുണ്ടെങ്കിലും അതിനൊന്നും വേണ്ടത്ര ആഴമോ മൂർച്ചയോ ഉള്ളതായി തോന്നിയില്ല. മറുനാടൻ തന്നെ സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേന്ന് ആ വടിവെച്ച് തിരിച്ചടിച്ചത് ഫേസ്ബുക്കിൽ കണ്ടതാണ്. മാങ്കൂട്ടത്തിലിന്റെ പടയാളികൾ രാജൻ ജോസഫിന് പുറകെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നോബഡിയെ എവിടെയും മൈൻഡ് ചെയ്ത് കണ്ടില്ല. ആകെ തുകയിൽ ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലും നിന്നവർ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട് എന്ന തോന്നലുണ്ടാക്കുമ്പോഴും പറയാൻ ഉദ്ദേശിച്ചതെന്തോ അത് വേണ്ടത്ര ക്ലാരിറ്റിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാതെ പോയ, സ്കെയിലിനും ടെക്നിക്കൽ ബ്രില്യൻസിനുമപ്പുറം ആത്യന്തികമായി തിരക്കഥയുടെ കെട്ടുറപ്പ് തന്നെയാണ് പ്രധാനം എന്ന് പ്രേക്ഷകനെയും ഫിലിം മേക്കേഴ്സിനെയും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സിനിമയാണ് ഐ നോബഡി.